അങ്ങനെ എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ഞങ്ങൾ പോകണം. അപ്പോ ഇതിന്റെ പിന്നിൽ കഴിഞ്ഞാൽ ആദ്യമാണ് അന്വേഷണം പിടിക്കാനേ വരും. പിന്നെ ചേച്ചിയോട് പറയാനുള്ള വെച്ചാൽ ഞാൻ ഏട്ടനായിട്ട് പോകുന്നുണ്ട്. ചേച്ചിക്ക് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകാനൊന്നല്ല കൊണ്ടുപോകണം. ചേച്ചിക്ക് എപ്പോ കാണാൻ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടനെ ഞാൻ വിടും. ഞാൻ ഇപ്പൊ ഉണ്ടാകാണ്ട് പിടിച്ച് വെക്കാനൊന്നും ഞാൻ നിൽക്കില്ല. പിന്നെ സംഭവം വേണമെന്നില്ല, ഇവൻ ഇവിടെ വേണമെന്ന് പറഞ്ഞു. അവൻ പോയി, കാശൊക്കെ തീർന്നു, മൊബൈലൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് ഗുരുവായൂരിൽ ഒരാളെ കണ്ട് പോലീസിൽ അറിയിച്ച് അങ്ങനെയാണ് നാട്ടിൽ തിരിച്ചു വരുന്നതും. നാട്ടിൽ വന്ന ശേഷം അവൻ വേണ്ടെന്ന് പറഞ്ഞ് പോയി. നാട്ടിൽ വരുന്ന മുമ്പ് തന്നെ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ അവരുടെ അമ്മ അച്ഛനും അവനെ കേട്ടിട്ടില്ല. ഇതൊന്നും കയറണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മോളില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. പിന്നെ ഇപ്പോൾ അവളെന്തോ മുസ്ലിംസ് ആകാൻ പോകാമെന്ന് നടക്കാമെന്ന് ഞാൻ അറിഞ്ഞത്. വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുണ്ട്, നമുക്കറിയാവുന്ന ഒരു ഫാമിലി. എന്തൊക്കെ ബഹളമായിരുന്നു ലൈവിൽ വന്നിരുന്നിട്ട്. ആത്മാർത്ഥ പ്രണയമാണെന്ന് പറഞ്ഞിട്ട് സ്വന്തം കൂടപ്പറപ്പിനെ പറ്റിച്ച് അവരുടെ ഭർത്താവുമായിട്ട് ഒളിച്ചോടി പോയിട്ട് കയ്യിലുണ്ടായിരുന്ന കാശും തീർന്ന് കയ്യിലുണ്ടായിരുന്ന ഫോണും വിറ്റ് ആ കാശും ഒക്കെ ആയിട്ട് ഇപ്പോൾ ആത്മാർത്ഥ കാമുകൻ സ്ഥലം വിട്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പെൺകുട്ടി വഴിയാധാരായി കഴിഞ്ഞപ്പോൾ ഇനി പോകാനൊരു ഇടയില്ലല്ലോ. അപ്പോൾ വീട്ടിലേക്ക് തിരികെ ചെന്നു. സ്വാഭാവികമായും ആ വീട്ടുകാർ വീട്ടിലേക്ക് കയറ്റിയില്ല. അങ്ങനെ ചെയ്യുള്ളൂ, അല്ലാതെ പിന്നെ അവർ താലം പിടിച്ച് ഇവളെ വീട്ടിലേക്ക് കയറ്റണമായിരുന്നു, കേട്ടില്ല. ഇത് പ്രായത്തിൻ്റെ എടുത്തുചാട്ടമായിരുന്നെങ്കിലും ഇതൊരു വല്ലാത്ത ചാട്ടമായിപ്പോയി. ഇപ്പോൾ എരിചട്ടിയിൽ നിന്ന് വറചട്ടിയിലേക്ക് ചാടിയ പോലത്തെ അവസ്ഥയായിപ്പോയി. കാരണം ഇപ്പോൾ വീട്ടുകാരുമില്ല, കൂടെ ഉണ്ടായിരുന്നെന്ന നീ ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാമുകനുമില്ല, ആരുമില്ലാത്ത അവസ്ഥയായി. അങ്ങനെ തന്നെ കിട്ടണം. പണ്ടൊക്കെ ആയിരുന്നു ദൈവം പിന്നെ പിന്നെ എന്നുള്ളത്, ഇപ്പോൾ സ്പോട്ടിലാണ് കിട്ടുക. മുസ്ലിമാവാൻ നടക്കുക. ഇവർ രണ്ടാൾ തിരിച്ചു വന്നു, കയ്യിൽ പൈസയൊക്കെ കഴിഞ്ഞിട്ട് ഫോണൊക്കെ വിറ്റ്. അപ്പോൾ ഇവർ ഗുരുവായൂർക്ക് തിരിച്ചു വന്നിട്ട് ഇവരവിടെ നിൽക്കണോണ്ടപ്പോൾ ഒരു കസിൻ വിളിച്ച് പറഞ്ഞതാ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ വന്ന് കൊണ്ടുപോയി. അപ്പോൾ ഫാമിലിത്തെ ആൾക്കാർ പറഞ്ഞു, അവളെ അച്ഛനമ്മയും എല്ലാവരും പറഞ്ഞു അവളെ ഇനി വേണ്ട, ഞങ്ങൾക്ക് ഇനി വേണ്ട എന്ന് പറഞ്ഞു. അവരിട്ടിട്ട് പോയി, ആ ചെക്ക ഇട്ടിട്ട് പോയി, ചേച്ചിയുടെ ഭർത്താവ് ഇട്ടിട്ട് പോയി. ഇനി വേണ്ട, ഇനിയിപ്പോൾ എന്നിട്ട് അനാഥാലയത്തേക്ക് ആക്കി. ഇപ്പം അവള് പറയും ഞാൻ മുസ്ലിം ആവാൻ പോകുന്നത്. ചാടിത്തുള്ളി ലൈവ് ഇട്ട് പോണ കണ്ടപ്പോൾ തന്നെ തോന്നിയായിരുന്നു ഇത് അധികകാലം ഈ ഓട്ടത്തിൽ പോകില്ല എന്നുള്ളത്. പക്ഷേ ഇത്രയും വേഗം തിരിച്ചു വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വന്നതിൽ എനിക്ക് 100% സന്തോഷം. ആക്ച്വലി ആ കുട്ടീൻ്റെ അവസ്ഥ ഇപ്പോൾ ഒരു പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. കാരണം പ്രായത്തിൻ്റെ എടുത്തുചാട്ടത്തിൽ ചെയ്തും പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയിലായിരിക്കും ആ കൊച്ചുണ്ടാവുക. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു സഹതാപം തോന്നുന്നില്ല. കാരണം അമ്മാതിരി പ്രവൃത്തിയാണ് കാണിച്ചു വെച്ചിട്ടുള്ളത്. മതം മാറാനുള്ള തീരുമാനം കൊള്ളാം, പക്ഷേ ഈ മതം മാറിക്കഴിഞ്ഞാൽ ചെയ്ത തെറ്റുകൾ ഇല്ലാതാകാനുള്ള എന്തെങ്കിലും സ്കോപ്പ് അതിലുണ്ടോ? അതോ ഇനിയിപ്പോൾ വീട്ടുകാരുടെ മനസ്സലിയിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതിയാണോ? അല്ല, അതിബുദ്ധി ഇച്ചിരി കൂടുതലുള്ള കൊണ്ട് ചോദിക്കുകയാണ്. കാരണം മതം മാറുകയാണെന്നൊക്കെ അറിയുമ്പോൾ വീട്ടുകാരുടെ മനസ്സലിഞ്ഞിട്ട് അവരെങ്ങാനും വീട്ടിലേക്ക് തിരിച്ച് കയറ്റിയാലോ എന്ന് കരുതിയിട്ടുള്ള പുതിയ അടവ് വല്ലതുമായിരിക്കും. അങ്ങനെ ആവാനേ വഴിയുള്ളൂ. എന്തായാലും അവർ വീട്ടിലേക്ക് കയറ്റിയിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് പുറത്തു കൊടുക്കാൻ പറ്റുന്ന തെറ്റൊന്നുമല്ലല്ലോ പൊന്നുമോള് ചെയ്തിട്ട് പോയിരിക്കുന്നത്. ഒരുപക്ഷെ ഇവരുടെ ഈ ഒരു ബന്ധം അറിഞ്ഞ സമയത്ത് ആ ഒരു ചേച്ചി ആ ഒരു ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യാതിരുന്നത് പോലും അവരുടെ മക്കളെ കുറിച്ച് ഓർത്തിട്ടായിരിക്കാം. കാരണം അച്ഛനില്ലാതെ എങ്ങനെ ഈ മക്കളെ വളർത്തുമെന്ന് ഓർത്തിട്ടായിരിക്കാം. അവരെ ഡിവോഴ്സ് ചെയ്താലും ഇവർ ഈ ബന്ധം തുടർന്ന് തന്നെ പോകും എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ചേച്ചിയും അതിൽ തന്നെ കടിച്ച് പിടിച്ച് നിന്നിട്ടുണ്ടാവുക. ആ ഒരു ചേച്ചിയായിരിക്കാം ഇതിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തിട്ടുണ്ടാവുക. സ്വന്തം കൂടപ്പറപ്പിൻ്റെ ഇമോഷൻസ് പോലും അവരുടെ ദുഃഖം പോലും മനസ്സിലാക്കാൻ കഴിയാതെ എടുത്ത് ചാടിയിട്ട് ഈ ഒരു കുട്ടിക്ക് ഇങ്ങനെ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇങ്ങനെ തന്നെ വരും. അതിനിപ്പോൾ ഇത്രയും വേഗം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ എന്നായിരുന്നാലും ഈ കൊച്ചിൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ ആകുമെന്നുള്ളത് ഉറപ്പ് തന്നെയായിരുന്നു. കാരണം ആ ഒരു മഹാൻ്റെ അഭ്യാസങ്ങൾ ആ ലൈവിലൂടെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് കാമമൂത്തിട്ടാണ് ഈ ഒരു കിളുന്ത് പെണ്ണുമായിട്ട് ഈ മഹാൻ ഇങ്ങനെ ഒരു സാഹസം കാണിച്ചിരിക്കുന്നതെന്നുള്ളത്. ഇതുപോലുള്ള പ്രവണതകൾ പെൺകുട്ടികളിൽ കൂടി വരുന്ന അത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടുവരുന്നത്. ആക്ച്വലി അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് ഇതുപോലെ ഒരു സാഹസം കാണിക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു ജീവിതം ഒന്ന് നോക്കി വെച്ചോളൂ. അവസാനം ഇതായിരിക്കും അവസ്ഥ. അല്ലാതെ സ്വർഗ്ഗ ജീവിതം കിട്ടും എന്നൊക്കെ കരുതിയിട്ട് വല്ലവൻ്റെ കൂടെ ഇറങ്ങിയൊക്കെ പോയിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം ഉള്ളതും കൊണ്ട് അവൻ അങ്ങ് പോകും. അവൻ ഇനിയും ഇതുപോലുള്ള പെൺകുട്ടികൾ കിട്ടും, കിളുന്ത പെണ്ണുങ്ങളെ ഇനിയും കാണും. അല്ലെങ്കിൽ തന്നെ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഭാര്യയെയും അതുപോലെ അവൻ്റെ ചോരയിൽ തന്നെ പറഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളെയും മറന്ന് ഒരു കുഞ്ഞു പെണ്ണിനെ കണ്ടപ്പോൾ അവളുടെ പുറകെ അവളോട് ആത്മാർത്ഥ പ്രണയമാണ് എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ആത്മാർത്ഥതയാണ് നിങ്ങളോട് അവർ കാണിക്കാൻ പോകുന്നത്? ഇതൊക്കെ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാവുന്ന കാര്യങ്ങളല്ലേ. അതുപോലും ഇല്ലാതെ ഈ ഒരു പെൺകുട്ടി ഇറങ്ങി തിരിച്ചതിനുള്ള
പ്രതിഫലമാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന ഓരോ പെൺകുട്ടികൾക്കും ഇത് തന്നെയായിരിക്കും അനുഭവം. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സ്വർഗ്ഗ ജീവിതം ലഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതൊരു പാഠമാക്കി തന്നെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഉദ്ദേശമുള്ള പെൺകുട്ടികൾ എടുത്തു വെച്ചോളുക. ഒരു പാഠമായിട്ട് തന്നെയാണ്.